Hello friends, Bake and Tech in മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗയ്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെറും 5 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിംഗ് സ്നാക്ക് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് അമർത്തിയിരിക്കുക. അപ്പോൾ ഗയ്സ് നമുക്ക് ഈ ഈവനിംഗ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ബ്രെഡ് എടുത്തിട്ടുണ്ട്, ഒരു ഡയറി മിൽക്ക് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് പാല്, പിന്നെ ഒരു പീസ് ബട്ടർ ആണിത്. ഇനി നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഷേപ്പിൽ. നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു റൗണ്ട് പാത്രം എടുത്തിട്ടുണ്ട്, ഇത് വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട്. ഒരു 4-5 പീസ് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ. അപ്പം ഗായ്സ് ഇനി ബ്രെഡെല്ലാം നല്ലോണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഡയറി മിൽക്ക് പൊട്ടിച്ചിട്ട് ഡയറി മിൽക്ക് പൊട്ടിച്ച് ഒരു പീസായിട്ട് ഇങ്ങനെ ഡയറി മിൽക്ക് പൊട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ ഓരോ ബ്രെഡിലും ഒരു ഡയറി മിൽക്ക് പീസ് വീതം വെച്ച് പാൽ കൊണ്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക. ഈ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിപ്പിടിപ്പിക്കുക. അപ്പം ഇതുപോലെ എല്ലാ ബ്രെഡ് പീസിലും ഡയറി മിൽക്ക് വെച്ചിട്ട് മീതെ വേറെ ഒരെണ്ണം കൂടെ വെച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പം നമ്മൾ എല്ലാ ബ്രെഡ് പീസസും ഒരു ഡയറി മിൽക്ക് വെച്ച് മറ്റൊന്നുകൂടെ യോജിപ്പിച്ച് നന്നായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബട്ടറിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഗ്യാസ് കത്തിച്ചൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഈ ഫ്രൈ പാൻ ചൂടായതിനു ശേഷം അപ്പം നമ്മുടെ ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു ബട്ടർ പീസ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു 2 മിനിറ്റിന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിനെ തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. നല്ലോണം തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഒരു 3 മിനിറ്റോളം ഫ്രൈ ചെയ്തെടുക്കുക. ഏതായാലും നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇവിടെ നമ്മുടെ ഡയറി മിൽക്ക് റോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ഇരിക്കുമ്പോൾ ഈ ഡയറി മിൽക്കൊക്കെ ഒന്ന് അലിഞ്ഞതിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ അമർത്തിയിരിക്കുക. മറ്റൊരു വീഡിയോ വരുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.